Good morning, students. We will discuss about the topic pleiotropy. What is pleiotropy? When a gene affects many aspects of a phenotype, it is said to be pleiotropic. അതായത് ഒരു ജീന് പല ഫീനോടൈപ്പിൻ്റെ പല ആസ്പെക്ട്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ, അതായത് പലതരം ഫീനോടൈപ്പിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. അതായത് ഒരു ജീനെ ഉണ്ടാവും, പക്ഷെ ആ ജീൻ തന്നെ പല ടൈപ്പ് ക്യാരക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പല ടൈപ്പ് ഫിനോടൈപ്പിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് പ്ലിയോട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഓഫ് പ്ലിയോട്രോഫിയാണ് ഫീനൈൽ കീറ്റോന്യൂറിയ. ദി പ്രൈമറി എഫക്റ്റ് ഓഫ് റിസസീവ് മ്യൂട്ടേഷൻ ഇൻ ദി ജീൻ ഈസ് ടു കോസ് ടോക്സിക് സബ്സ്റ്റൻസസ് ടു അക്യുമുലേറ്റ് ഇൻ ദി ബ്രെയിൻ ലീഡിങ് ടു മെൻ്റൽ ഇമ്പയർമെൻറ്റ്. അപ്പോൾ ഫീനൈൽ കീറ്റോന്യൂറിയ ഉണ്ടാകാനുള്ള കാരണം ഒരു ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷനാണ്. അപ്പോൾ ആദ്യം ഈ ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന എഫക്റ്റാണ് ബ്രെയിനിൽ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാകുക. അപ്പോൾ ഇത് എന്തുണ്ടാക്കും? മെൻ്റൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാക്കും. അപ്പോൾ ബ്രെയിനിൽ ടോക്സിക് സബ്സ്റ്റൻസ് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഴ്സൺ എന്തുണ്ടാവും? മെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടാവും. അത് മാത്രമല്ല, ഈ ഒരു ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണം എന്തുണ്ടാകും? അത് മെലനിൻ സിന്തസിസിനെ എഫക്റ്റ് ചെയ്യും, കോസിങ് ലൈറ്റനിങ് ഓഫ് ഹെയർ. അപ്പോൾ മെലനിനാണ് സ്കിന്നിനും ഹെയറിനൊക്കെ കളർ കൊടുക്കുന്നത്. അപ്പോൾ ഈ മെലനിൻ സിന്തസിസിനെ ഈ ജീൻ മ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ കളർ നഷ്ടപ്പെടും. അപ്പോൾ ഹെയറിൻ്റെ കളർ നഷ്ടപ്പെടും. മാത്രമല്ല, ഈ ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണം ഉണ്ടാകുന്ന മൂന്നാമത്തെ എഫക്റ്റാണ് പ്രസൻസ് ഓഫ് അൺയൂഷ്വൽ കോമ്പൗണ്ട്സ് ഇൻ ദി ബ്ലഡ് ആൻഡ് യൂറിൻ. അപ്പോൾ ഫീനൽ കീറ്റോന്യൂറിയ ഉണ്ടാകുന്നത് ഒരു ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണമാണ്. അത് കാരണം ആ ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണം 3 ടൈപ്പ് ഫീനോടൈപ്സ് ആണ് എഫക്റ്റ് ആകുന്നത്. ഒന്നാമത്തത് ബ്രെയിനിൽ ടോക്സിക് സബ്സ്റ്റൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് മെൻ്റൽ ഇമ്പയർമെൻ്റ് ഉണ്ടാകും. രണ്ടാമത്തത് മെലനിൻ സിന്തസിസിനെ എഫക്റ്റ് ചെയ്തിട്ട് ഹെയർ കളർ വ്യത്യാസങ്ങളുണ്ടാകും. മൂന്നാമത്തത് ടോക്സിക് സബ്സ്റ്റൻസ് ടോക്സിക് സബ്സ്റ്റൻസ് ബ്ലഡിലും യൂറിനും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഫീനൈൽ കീറ്റോന്യൂറിയ. അതായത് ഫീനൈൽ കീറ്റോന്യൂറിയ പ്ലിയോട്രോപ്പിൻ്റെ എക്സാമ്പിൾ എന്ന് പറയാൻ കാരണം എന്താണ്? ഫീനൈൽ കീറ്റോന്യൂറിയ ഉണ്ടാകുന്നത് ഒരൊറ്റ ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണമാണ്. അത് കാരണം 3 ഫീനോടൈപ്പിക് എഫക്റ്റാണ് ഉണ്ടാകുന്നത്. ഒന്ന് മെൻ്റൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാകുന്നു, രണ്ടാമത്തത് മെലാനിൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യുന്നു, മൂന്നാമത്തത് യൂറിനിലും ബ്ലഡിലും അൺയൂഷ്വൽ കോമ്പൗണ്ട്സ് കാണുന്നു. അപ്പോൾ ഒരൊറ്റ ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് അത് പ്ലിയോട്രോഫീൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലിയോട്രോഫി എന്ന് വെച്ചാൽ എന്താണ്? ഒരൊറ്റ ജീനിലുണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണം, അല്ലെങ്കിൽ ഒരൊറ്റ ജീനിലുണ്ടാകുന്ന ഒരൊറ്റ ജീൻ എന്ത് ചെയ്യും? പലതരം ഫീനോടൈപ്പിനെ എഫക്റ്റ് ചെയ്യും. അതാണ് പ്ലിയോട്രോഫി എന്ന് പറയുന്നത്. പ്ലിയോട്രോഫി എന്ന് വെച്ചാൽ ഒരു ജീന് പലതരം ഫീനോടൈപ്പിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്ലിയോട്രോഫി എന്ന് പറയുന്നത്. ഒരൊറ്റ ജീനായിരിക്കും ഉണ്ടാവും. അപ്പോൾ ആ ഒരൊറ്റ ജീന് പല ഫീനോടൈപ്സിനെയും എഫക്റ്റ് ചെയ്യുമ്പോൾ അതിന് പറയുന്ന പേരാണ് പ്ലിയോട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഫീനൈൽ കീറ്റോന്യൂറിയ. അപ്പോൾ ഫീനൈൽ കീറ്റോന്യൂറിയ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഒരൊറ്റ ജീനിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ കാരണമാണ് ഫീനൈൽ കീറ്റോന്യൂറിയ ഉണ്ടാകുന്നത്. അപ്പോൾ ആ മ്യൂട്ടേഷൻ കാരണം ആദ്യം ബ്രെയിനിൽ ടോക്സിക് സബ്സ്റ്റൻസ് അക്യുമുലേറ്റ് ചെയ്തിട്ട് മെൻ്റൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാകും. രണ്ടാമത്തെ എഫക്റ്റാണ് എന്ത്? ആ മെലാനിൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്തിട്ട് ഹെയർ കളറിൽ മാറ്റങ്ങളുണ്ടാകും. മൂന്നാമത്തെ എഫക്റ്റാണ് ടോക്സിക് സബ്സ്റ്റൻസ് യൂറിനിലും ബ്ലഡിലും ഉണ്ടാകും. അപ്പോൾ അതാണ് പ്ലിയോട്രോപ്പി എന്ന് പറയുന്നത്. ഒറ്റ ജീനിൽ മാത്രമേ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ളൂ. അത് കാരണം 3 ടൈപ്പിലുള്ള ഫീനോടൈപ്പിക് ചേഞ്ചസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ഒറ്റ ജീനിൻ്റെ എഫക്റ്റ് കാരണം പല ഫീനോടൈപ്പും എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്ലിയോട്രോഫി എന്ന് പറയുന്നത്. അപ്പം താങ്ക് യു.